ഹായ് ഫ്രണ്ട്സ്, BJP വിജയം നാണം കെട്ട വിജയം. എന്തുകൊണ്ട്? 400 പാർ അഥവാ ഞങ്ങൾ 400 കടക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ തുടങ്ങാം. അതൊരേ സമയം പ്രയോജനപ്രദവും അതേസമയം ദോഷകരവുമായി. പ്രയോജനം എന്തെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തെ അത് ട്രാപ്പിലാക്കി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷത്തിന് മറുപടിയില്ലായിരുന്നു. ഇലക്ഷന്റെ അവസാന ദിവസമാണ് ഖാർഗെ എന്ന് പറയുന്നത് ഞങ്ങൾ 295 നേടുമെന്ന്. ഇതാദ്യം പറഞ്ഞിരുന്നെങ്കിൽ, മുന്നണിയെ ശക്തിപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. അതാണിത് നേട്ടമെന്ന് പറയുന്നത്. കോട്ടമോ, അത് സൈലന്റ് മജോറിറ്റി, നിശബ്ദരായ ഭൂരിപക്ഷത്തെ പ്രതികൂലമായി ബാധിച്ചു. കാരണം 2 തവണ ഭരിച്ചു, വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തോടെ BJP വന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റുകയില്ലേ, ഇന്ത്യയുടെ വ്യവസ്ഥയെ മാറ്റപ്പെടുകയില്ലേ എന്ന് പലരും ആശങ്കപ്പെട്ടു. പ്രത്യേകിച്ചും BJPയെ ആശങ്കയോടെ കാണുന്ന പതന്യൂനപക്ഷങ്ങൾ. അത് തീർച്ചയായും ദോഷകരമായി തന്നെ ബാധിച്ചു. അതോടൊപ്പം തന്നെ ഇലക്ഷൻ സമയത്ത് പറയുന്ന വാക്കുകളോ വാഗ്ദാനങ്ങളോ പാലിക്കപ്പെടാനുള്ളതല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചതും നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹം എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകി. പെട്രോൾ 50 രൂപയാക്കും, വിദേശ രാജ്യങ്ങളിലെ കള്ളപ്പട ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമെന്ന് അദ്ദേഹം തന്നെ അറിയാം. അങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി തന്നെ ഒരു മഹാമനുഷ്യൻ, അമാനുഷികനായി അവതരിപ്പിച്ചു. ചൗക്കിദാറെ രംഗപ്രവേശം ചെയ്ത് പാർലമെന്റിന്റെ കവാടത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഒരു എളിയ ദാസനായി പ്രത്യക്ഷപ്പെട്ട നരേന്ദ്രമോദി പിന്നീട് അങ്ങോട്ട് ദേവതുല്യനെ അവതരിപ്പിക്കപ്പെടുകയാണ്. വിശ്വഗുരു, അങ്ങനെ എന്തെല്ലാമോ. രാമക്ഷേത്രം ഉദ്ഘാടനം നടന്നപ്പോ പൂജാരിമാരുടെ സ്ഥാനത്ത് പ്രധാനമന്ത്രി. അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ. അതെല്ലാം ഈ സൈലന്റ് മജോറിറ്റിക്ക് അത്ര തന്നെ ദഹിച്ചില്ല. അഥവാ ഇവയെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ആ അമാനുഷിക പരിവേഷം തീർച്ചയായും ഇത്തവണത്തെ ഇലക്ഷന് BJPക്ക് ദോഷം ചെയ്തു. കാരണം നമുക്കറിയാം, വാജ്പേയിയുടെ കാലത്ത് ഇന്ത്യ ഷൈനിങ് എന്ന് എങ്ങനെ പറഞ്ഞോ എന്ന് പറയുന്ന പോലെ ഇപ്പോ BJP ഷൈനിങ് എന്ന് നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞു. അതിന്റെ ദൂഷ്യഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല, BJPയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി BJP ഇതിനപ്പുറം വളരാനില്ല. വളർച്ചയെല്ലാം പൂർത്തിയായി. ഇനി താഴേക്കുള്ള പ്രയാണമാണ്, കൗണ്ട് ഡൗൺ. ഇതാണ് പാഠം 5.